ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ജി. കേരളം ഒരു വോട്ടെണ്ണലിലേക്ക് അടുത്ത 2026 മുതൽ 5 കൊല്ലം എന്ന് പ്രവചിക്കാനാകില്ല. അടുത്ത കേരളത്തിൻ്റെ ഭരണം ആർക്കായിരിക്കും എന്നതിനെക്കുറിച്ചൊരു വോട്ടെണ്ണൽ 4-ാം തീയതിയാണ്. അതിൻ്റെ എക്സിറ്റ് പോളുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. മേൽക്കോയ്മ പറഞ്ഞിരിക്കുന്നത് UDF-നാണ്. LDF തൊട്ട് പിന്നാലെയുണ്ട്. BJPക്കും 1 മുതൽ 7 സീറ്റുകൾ വിവിധ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരാകും UDF-ൻ്റെ മുഖ്യമന്ത്രി? എന്തുകൊണ്ടാണ് VD സതീശന് ഇത്ര ജനപിന്തുണ? അത് കോൺഗ്രസ് അണികൾ നൽകുന്ന രാഷ്ട്രീയ പിന്തുണയാണോ അതോ മറ്റേതെങ്കിലും ഘടകകക്ഷി നൽകുന്ന പിന്തുണയാണോ? എന്താണ് മുസ്ലിം ലീഗിന് ഇതിലുള്ള റോൾ? നിങ്ങൾക്ക് അധികമാർക്കും അറിയില്ലായിരിക്കും. പക്ഷേ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും കൂടുതൽ വ്യഗ്രത അത് ഒരേ ഒരു കക്ഷിക്കാണ്, ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കേരള ഘടകത്തിനാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. നമ്മോടൊപ്പം ഇവിടെയുള്ളത് ശ്രീ രാജശേഖർജി. അദ്ദേഹം പറഞ്ഞു തരും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു സതീശൻ്റെ പിന്നാലെയുള്ളൊരു തേരോട്ടം നടത്തുന്നത്. എന്തായിരിക്കും സാർ ഈ ലീഗും സതീശനും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ? അത് വളരെ സിമ്പിളാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രം. ശത്രു ലീഗിൻ്റെയും മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും മുസ്ലിം മതത്തിൻ്റെ അല്ല, അതെ, മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിൻ്റെയും, അത് SDP ആയിക്കോട്ടെ, വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, PDP ആയിക്കോട്ടെ, ഈ പറയുന്ന മുസ്ലിം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് വെള്ളാപ്പള്ളി നടേശൻ. BJP അല്ല, അത് വേറെ വിഷയം. വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് VD സതീശൻ. അപ്പം ആ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ, ശത്രുവിൻ്റെ ശത്രുവാണ് മിത്രം. അതെ. അതുകൊണ്ട് മുസ്ലിം ലീഗ് VD സതീശനിൽ കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിൻ്റെ ഘടകം ഹിന്ദു വിരുദ്ധ വർഗീയതയ്ക്ക്, ഹിന്ദുവിനെ പ്രഹരിക്കാനുള്ള ഹിന്ദു വിരുദ്ധ വർഗീയതയ്ക്ക് ഏറ്റവും പ്രഹരശേഷിയുള്ള രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ ഉപകാരപ്പെടുന്നത് VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയന് ശേഷം എന്ന കണക്കുകൂട്ടലിലാണ് അവർ VD സതീശനോടൊപ്പം നിൽക്കുന്നത്. ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എല്ലാവർക്കും ചേരുന്ന ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയും. അതെ, ചെന്നിത്തലയെക്കുറിച്ച് ഇവർക്കൊരു പരാതിയുണ്ട് ലീഗിന്. ആ പരാതി എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ള രാഷ്ട്രീയ കാരണം അന്വേഷിക്കുമ്പം അത് കേവലം കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളായിരുന്നില്ല. UDF-ൻ്റെ ഇടപെടൽ, UDF-ലെ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ അക്കാര്യത്തിൽ കൃത്യമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് വ്യക്തമായൊരു വസ്തുതയാണ്. അതിന് കാരണം നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചൊരു വിഷയമാണ്. ആ വിഷയം തുടങ്ങി വെച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രനാണ്. അദ്ദേഹം അത് കൃത്യമായും വ്യക്തമായും ശക്തമായും ആ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് പിന്നീട് ആ വിഷയത്തിന് വ്യാപകമായ ഒരു ചർച്ചയുടെ തലത്തിലേക്ക് കൊണ്ടുപോയത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അവിടെയാണ് മറ്റൊരു കാര്യം വരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഡിമോണിറ്റൈസേഷന് ശേഷം പ്രത്യേകിച്ചും ഭാരതത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, സോണിയയുടെ രാഹുലിൻ്റെയും കോൺഗ്രസ് ആവട്ടെ, മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി ആവട്ടെ, ഇവർക്കെല്ലാവർക്കും നഷ്ടപ്പെട്ട ആ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ പച്ചയായിട്ട് വന്ന കള്ളപ്പണം, ഡിമോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടതിനെ വീണ്ടും കണ്ടെത്തുന്നതിനുള്ള അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുന്ന സ്രോതസ്സായിട്ട് കേരളത്തിൽ ചെയ്ത പണിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത്.
അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഭവിച്ചപ്പം യഥാർത്ഥത്തിൽ അന്ന് ചെയ്തതെന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ കേവലം കള്ളക്കടത്തിന് വേണ്ടി കേരളത്തിലുണ്ടായിരുന്ന, പ്രത്യേകിച്ചും കോഴിക്കോട് കേന്ദ്രീകൃതമായിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റ്വർക്കിനെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുക ചെയ്തത്. അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് നീങ്ങിയപ്പം അത് ഒരു രാഷ്ട്രീയ വിഷയമായി മാറി. ഞാൻ പറഞ്ഞ പോലെ സുധാകരൻ അത് റേസ് ചെയ്തു, സുരേന്ദ്രൻ അത് റേസ് ചെയ്തു, ചെന്നിത്തല കൂടെ പിടിച്ചു. പക്ഷെ ചെന്നിത്തല കേരളത്തിൽ ശക്തമായിട്ട് പിണറായി വിജയനെയും കൂട്ടരെയും സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ആക്രമിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ സോണിയാഗാന്ധിയോ രാഹുലോ റോബർട്ട് വധേരയോ പ്രിയങ്കയോ വേണ്ട KC വേണുഗോപാലോ ഡോക്ടർ ശശി തരൂരോ പോലും കാര്യമായ ഒരു വിമർശനവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ നടത്തിയിട്ടില്ല. രാഹുൽ വയനാട് MP ആണ്. മറ്റൊരു ഓർക്കുക, അവർ മാത്രമല്ല, കോൺഗ്രസിന് വേണ്ടി ദേശീയ ചാനലുകളിൽ റിപ്പബ്ലിക്, ടൈംസ് നൗ, അതുപോലെ മറ്റ് ദേശീയ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയ വക്താക്കൾ അവരും പലപ്പോഴും പിണറായിക്ക് അനുകൂലമായ നിലപാടെടുത്ത്. അപ്പം കൃത്യമായും അങ്ങനെ പോയപ്പം അതിനൊരു കാരണമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കട്ടെ പ്രേക്ഷകർ. ആ കാരണമെന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രതികളെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ മാത്രമല്ല, കൃത്യമായും കോഴിക്കോട് അതിൽ മുസ്ലിം ലീഗുമായി ചേർന്ന് പോകുന്ന ആളുകളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അല്ല, അവരുടെ താല്പര്യം മുസ്ലിം ലീഗിൻ്റെയും സോണിയ കോൺഗ്രസിൻ്റെയും സാമ്പത്തിക സ്രോതസ്സിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ആ കള്ളക്കടത്തുകാരെ ടാർഗറ്റ് ചെയ്യൽ ഉണ്ടാകും എന്ന ചിന്തയിലാണ് ലീഗ് ബോധപൂർവം അന്ന് അക്കാര്യത്തിൽ അവർക്കെതിരായ നിലപാട് സ്വീകരിച്ച രമേശ് ചെന്നിത്തലയെ അരികു വിളിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. നമ്മൾ ഓർക്കണം, അക്കാലത്താണ് കുഞ്ഞാലിക്കുട്ടി കേരള മുഖ്യമന്ത്രി ഉടുപ്പിട്ടിട്ട് കേരളത്തിലേക്ക് വന്നത്. അക്കാലത്താണ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ UDF കൺവീനറായിട്ട് MM ഹസനെ കൊണ്ടുവന്നത്. മാത്രമല്ല, MM ഹസനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട്ട് നിരീക്ഷിക്കുന്ന ആളാണ് ഞാൻ. ഹസൻ അന്ന് തങ്ങളെ കാണാൻ വേണ്ടി പോയ സംഗതി, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അധികാര കുടുംബത്തിലേക്ക് പോയി അനുഗ്രഹം വാങ്ങിക്കാൻ പോയത് പാണക്കാട് തങ്ങളെ പോയി കാണാൻ അതൊക്കെ അന്ന് വാർത്ത വന്നതാണ്. അപ്പോൾ കൃത്യമായും രമേശ് ചെന്നിത്തലയെ അരികുവൽക്കരിക്കുന്നതിന് സാധ്യമാകുന്ന ഒരു സാഹചര്യം വളർത്തിയെടുക്കാൻ വേണ്ടി ബോധപൂർവം അന്ന് ലീഗും കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ചില സംശയങ്ങളുമുണ്ട്. ആ സംശയം വേറൊന്നുമല്ല, രാജേഷിക്ക് എന്തെങ്കിലും ചോദിക്കേണ്ട ചെയ്ത് ഇല്ല. അതായത് അത് അതിനകത്ത് ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഈ കോൺഗ്രസിൻ്റെ മറുപക്ഷം, ഇടതുപക്ഷവും കോൺഗ്രസിലെ ചില സഹചാരികളും പലപ്പോഴും ചെന്നിത്തലയെ ഒരു RSS പക്ഷക്കാരനായിട്ട് പറയാറുണ്ട്. പലരും കാക്കി നിക്കറിൻ്റെ മേളിൽ മുണ്ടെടുക്കുന്നത് പോലും പറയാറുണ്ട്. അതൊരു സത്യമല്ലാത്ത വസ്തുതയാണ്. ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഹൈന്ദവ ദേശീയതയുമായിട്ട് ബന്ധമൊന്നുമില്ല, താല്പര്യവുമില്ല. എങ്കിലും എല്ലാ ഇലക്ഷനും ചോദിക്കും, വോട്ട് കിട്ടിയാൽ മേടിക്കും, അത് വേറെ കാര്യം. കണ്ടാച്ചിരിക്കും, അവസരപരമായ നിലപാടെടുക്കും, വോട്ടിന് വേണ്ടിയുള്ള അതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ദേശീയയുടെ പക്ഷത്തല്ല രമേശ് ചെന്നിത്തല. പക്ഷെ ഇവരുടെ സംശയം എന്ന് പറയുന്നത് ചെന്നിത്തലയുടെ മുണ്ടിനടിയിൽ ഒരു കാക്ക നിക്കറുണ്ട്, അനുകൂലമായിട്ട് ചോദ്യങ്ങളും വേറെ വരും. അതായത് നിങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇത്തവണ കേട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അഭിമുഖങ്ങളിൽ മനോരമയുടെ ജോണി ലൂക്കോസ് ഉൾപ്പെടെ ചോദിക്കാറുള്ള ചോദ്യമാണ് ചെന്നിത്തലയോട്, വോട്ട് വേണ്ടാന്ന് പറയുമോ RSSൻ്റെ
എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ. പക്ഷെ ഈ ചോദ്യം MM ഹസനോട് ആരും ചോദിക്കാറില്ല. ഈ ചോദ്യം തോമസ് ഐസക്കിനോട് ചോദിക്കാറില്ല. സതീഷിനോടും ചോദിക്കാം, പള്ളിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന്. വേറെ ആരോടും ചോദിക്കില്ല, സതീഷിനോടും ചോദിക്കില്ല, ചെന്നിത്തലയോട് മാത്രം ചോദിക്കും. ആ ചോദ്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്. അതെവിടെയാന്ന് പറഞ്ഞാൽ ചെന്നിത്തലയുടെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പിയറൻസും പെരുമാറ്റ രീതിയും ഒരു പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഉള്ളിലുണ്ടാവാം. പിന്നെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം കൺസിഡർ ചെയ്യുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാരുമായിട്ട് പ്രായോഗികമായിട്ട് ഒരു സകാരാത്മക സമീപനത്തിൽ പോകാൻ സാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി ചെന്നിത്തല തന്നെ ആയിരിക്കും. KC വേണുഗോപാലിനെയോ BD സതീശനെയോ ഒക്കെ താരതമ്യം ചെയ്താലും അവരിലൊക്കെ കൂടുതലായി ഭരണപരിചയം കൊണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് കൊണ്ടും ചെന്നിത്തലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റുമായി നല്ലൊരു ബന്ധവും അത് കേരളത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ മുസ്ലിം ലീഗും കൂട്ടരും ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 70 വയസ്സുകാരനായ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. ചെന്നിത്തല ഇത്തവണ മുഖ്യമന്ത്രിയാകുന്നത് UDFൻ്റെ പേരിലാണെങ്കിൽ 2031 ഇലക്ഷൻ വരുമ്പം അസാമിലെ അദ്ദേഹത്തിൻ്റെ കൂട്ട് അസാം മുഖ്യമന്ത്രിയുടെ കൂടെ 2003 ഇലക്ഷന് ചെന്നിത്തല BJPയുടെ മുഖ്യമന്ത്രി ആയെങ്കിലോ ആ സംശയം കുറെ കാലമായിട്ട് എന്നൊരു സംശയം ഉണ്ടാവാം. അങ്ങനെ സംഭവിച്ചാൽ അത് കേരളത്തിന് നല്ലതാണ്, അത് വേറൊരു കാര്യം. എങ്കിലും ചെന്നിത്തല വരുന്നതിനെ പല കാര്യങ്ങളുടെ പേരിലും ഇവർ എതിർക്കുന്നു. അത് ഒരുപക്ഷെ നന്ദികേടും കൂടെയാണ്. കാരണം കോൺഗ്രസ്സുകാരൻ ചെയ്യാവുന്ന എല്ലാ അർത്ഥത്തിലും മുസ്ലിം വർഗീയ പ്രീണനത്തിന് എന്തിനേറെ പറയുന്നു, ആ ഹൈന്ദവ സ്ത്രീകളെക്കുറിച്ച് തോന്നിവാസം എഴുതിയ മീശ നോവല് അത് മാതൃഭൂമി പ്രസിദ്ധീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ എൻ്റെ മകൻ്റെ അച്ചടിശാലയിൽ ഞാൻ അച്ചടിക്കാം എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയ്ക്ക് ഹിന്ദുവിനോട് താല്പര്യമുള്ളതവിടെ. അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. പക്ഷേ അവർ നോക്കുന്നത് BD സതീശനെ പോലെ എൻ്റെ ജീവിത ധർമ്മമെന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ വർഗീയതരാണെങ്കിലും മുസ്ലിം വർഗീയതരാണെങ്കിലും സന്ധി ചേർന്നുകൊണ്ട് ഹിന്ദുവിനെ പീഡിപ്പിക്കുന്നതിന് പ്രഹരിക്കുന്നതിന് എനിക്കാണ് ഇവൻ പിണറായിയേക്കാൾ കൂടുതൽ കരുത്തുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന അധമ രാഷ്ട്രീയത്തിൻ്റെ വക്താവായ സതീശനാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാര്യയും കുന്തനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് സതീശനെ ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നു മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ലീഗിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വർഗീയ പക്ഷത്തിൻ്റെ സതീശൻ താല്പര്യമെന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിനപ്പുറം വർഗീയതയുടെ കാരണങ്ങളാണ്. ഒരേ സമയം മുസ്ലിം വർഗീയതയും ക്രൈസ്തവ സഭാ വർഗീയതയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതല്ലേ സതീശൻ ചെയ്യുന്ന ഒരു കാര്യം. സതീശന് കഴിയുന്നു എന്നുള്ളതാണ് അവർ കാണുന്നത്. ഹൈന്ദവ നേതാക്കന്മാരെന്ന് ഞാൻ പറയില്ല. പെരുന്നയിൽ പോകരുത്, കണിച്ചുകുളങ്ങരയിൽ പോകരുത്, അതൊക്കെ മോശമാണ്. പക്ഷെ പാലായിലെ ബിഷപ്പിനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ഇലക്ഷനെ പോയായിരുന്നു. പണക്കാട് തങ്ങളെ കാണാൻ പോവാം. വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണം എന്ന് തന്നെ പറയും. ചെന്നിത്തലയോട് ചോദിച്ചത് RSSൻ്റെയും ഹിന്ദുവിൻ്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നാൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ഉണ്ടോ എന്ന് ഈ പറയുന്ന പത്രക്കാർ സതീശനോട് ചോദിക്കില്ല. മനസ്സിലാക്കണം. ഈ ഒരു പച്ച വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് സതീശനെ കൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയും. കാര്യം പറഞ്ഞു എന്നുകൊണ്ട് പറയുക, സർവദാ ചെന്നിത്തല യോഗ്യനാണെന്ന് എന്നുള്ള പക്ഷത്തിൽ നിന്ന് നമ്മൾ അഭിപ്രായം പറയുന്നത്. കോൺഗ്രസിനകത്ത് തന്നെ പറഞ്ഞാൽ ഇന്നുള്ളവരുടെ കൂട്ടത്തിൽ അതും കൂടെ പറയണമെന്ന് എനിക്കുണ്ട്. ഇന്നുള്ള ജയിക്കാൻ സാധ്യതയുള്ള കോൺഗ്രസ് MLAമാരിൽ ഏറ്റവും
പ്രഗത്ഭനും പ്രമുഖനും കാര്യശേഷിയുമുള്ള ഒരുത്തരെ കൊണ്ട് ഒരു പരാതിയും അഴിമതിയുടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരാളുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷേ സമ്മതിക്കില്ലല്ലോ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവസരം കൊടുക്കില്ല. സീനിയോറിറ്റി പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരിൽ നിന്നും ഇവർ 3 പേരും സീനിയർ ചെന്നിത്തലയാണ്. ആ ചെന്നിത്തലയുമായിട്ട് ആകാശം മുട്ടയുള്ള വ്യത്യാസത്തിലാണ് ചെന്നിത്തല രാഷ്ട്രീയം ആരംഭിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിന്നതെന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ യൂത്ത് കോൺഗ്രസിന് ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന കാലത്ത് ചെന്നിത്തല ഏറ്റവും സ്ഥാനീയ ലെവലിൽ, പ്രാദേശിക ലെവലിൽ മാത്രമായിരുന്നു. മാത്രമല്ല, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമുണ്ട്. അതോടൊപ്പം നമുക്ക് അവസാനിപ്പിക്കാം. കോൺഗ്രസിലെ ആന്റണി വിഭാഗം എന്ന് പറയുന്നത് മറ്റൊരിക്കൽ നമുക്ക് ദീർഘമായി ചർച്ച ചെയ്യാം വിശദമായിട്ട്. അതൊരു വർഗീയ രാഷ്ട്രീയ വിഭാഗമാണ്, എ കാനഡി വിഭാഗം. അവരൊരിക്കലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ കൂടെ നിന്നെങ്കിൽ പോലും രാധാകൃഷ്ണൻ ഒരു പരിധി വിട്ടാൽ വളരെ സമ്മതിച്ചിട്ടില്ല. വയലാർ രവിയെ സമ്മതിച്ചിട്ടില്ല, VM സുധീരനെ സമ്മതിച്ചിട്ടില്ല, വക്കം പുരുഷോത്തമനെ സമ്മതിച്ചിട്ടില്ല. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അവസരം കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ AK ആന്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അന്ന് ചോയ്സ് ഇല്ലായിരുന്നു. അതിനപ്പുറത്തോടെ അവർ പോയിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമായിട്ടും ചെന്നിത്തല, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം 21 ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാൻ സാധ്യതയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കൊന്ന് പ്രായമായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ആ അവസരം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൊടുത്തില്ല? താൻ പോലും നേതാവാകാൻ തയ്യാറാകുന്ന അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞെന്നാണ് പറയുന്നത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അവസരം കൊടുത്തിരുന്നെങ്കിൽ, അതുപോലെ വേറെ ആലോചിക്കാം നമുക്ക്. എൻ്റെ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ കാരണങ്ങളുണ്ട്. ആഭ്യന്തരമന്ത്രിയായിട്ട് പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. കേരളത്തിലെ 1-ാം നമ്പർ ആഭ്യന്തരമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പം 1-2 പേരുകളുണ്ടെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ അതിലൊന്ന് രാധാകൃഷ്ണൻ്റെ പേരാ. ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ വെള്ളം കുടിപ്പിച്ചതാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? അവിടെയും ആലോചിക്കണം. ജാതിയുടെ മതത്തിൻ്റെ പേരിലും പെരുന്നേലിൽ നിന്ന് ആവശ്യപ്പെട്ടത് താക്കോൽ സ്ഥാനത്ത് ഞങ്ങളെ ആൾ വേണമെന്ന് പറഞ്ഞപ്പം ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒരേ സമുദായത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ സമുദായത്തിൻ്റെ പരിമിതിയിൽ നിൽക്കുകയില്ലാത്ത വ്യക്തിത്വം ഉള്ളത് കൊണ്ടാണ് രാധാകൃഷ്ണനെ മാറ്റിയിട്ട് ചെന്നിത്തലയെ അന്ന് ഉമ്മൻചാണ്ടി പെരുന്ന പിന്തുണയും മേടിച്ചുകൊണ്ട് അന്ന് ആഭ്യന്തരമന്ത്രിയാക്കിയത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ കഴിവും പ്രാഗൽഭ്യമൊന്നുമല്ല. കോൺഗ്രസിനകത്തെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ, അതിപ്പം പ്രമുഖമായി നിൽക്കുന്ന മുസ്ലിം വർഗീയ പ്രസ്ഥാനമാണെങ്കിലും അവരെ പിന്തുണയ്ക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ വർഗീയ പ്രസ്ഥാനമാണെങ്കിലും ഇത് രണ്ടുമല്ല. ദേശീയ തലത്തിൽ തെലങ്കാനയും കർണാടകയും കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലില്ല. അവരാകെ കഷ്ടപ്പാൽ. എനി ടൈം മണി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണം വാരിക്കൂട്ടാനുള്ള ഒരു സംവിധാനമായി കേരള സർക്കാരിനെ മാറ്റണമെങ്കിൽ, അഴിമതിയിലൂടെ കോൺഗ്രസിലേക്ക് പണം ഒഴുക്കാനുള്ള സ്രോതസ്സായിട്ട് കേരളത്തെ മാറ്റണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ജനപതിലേക്ക് പോകുന്നതിനുള്ള വഴി ഒരുക്കണമെങ്കിൽ KC വേണുഗോപാൽ ആകണം. മുഖ്യമന്ത്രി എന്ന് കരുതുന്ന സോണിയയുടെയും രാഹുലിൻ്റെയും താല്പര്യം. ഇവിടെ പലരും ഒരു കാര്യം പറയാറുണ്ട്, വേണുഗോപാലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നാണ്. സോണിയയ്ക്കും ആ ഒരു ഭീതിയുണ്ട്. കാരണം ഏത് നിമിഷവും അങ്ങനെ വന്നു കഴിഞ്ഞാലും അത് അവിടെ ഇഷ്ടം പോലെ ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു ചുമതല കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബാക്കിയുള്ള സാമ്പത്തിക സ്രോതസ് അതിൽ നിന്ന് ഊറ്റിയെടുത്ത് കോൺഗ്രസിൻ്റെ ആ അഴിമതി പണ സമാഹാരത്തിലേക്ക് മൂല്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമായി ഉപയോഗിക്കുന്നതിന് KC വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രി പദം
സഹായകരമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ സമ്മർദ്ദ ഗ്രൂപ്പ് വേണുഗോപാലിന് വേണ്ടി വാദിക്കുന്നത്. മറ്റൊരു കാരണം പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീനിയർ ആയതിനാൽ തിരുവഞ്ചൂരിനെ മെരുക്കാനോ കൊണ്ടു നടക്കാനോ മുഖ്യമന്ത്രി ആയേക്കാവുന്ന വി ഡി സതീശനാകില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തിരുവഞ്ചൂരിനെ ഒന്ന് അകറ്റി നിർത്തുന്നത് മറ്റൊരു വാദം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. അല്ല, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവഞ്ചൂരിൻ്റെ കാര്യം ഏറ്റവും നെഗറ്റീവായിട്ട് പോയെന്ന് പറഞ്ഞൊക്കെ അപ്പുറമായിട്ട് ഉമ്മൻചാണ്ടി തന്നെ നേരത്തെ തന്നെ ശ്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് പിണറായി വിജയൻ മരുമകനെ ആക്കാൻ നോക്കിയതുപോലെ തനിക്ക് ശേഷം ആന്റണി ഗ്രൂപ്പിൻ്റെ വക്താവായിട്ട് പേര് തിരിച്ചിട്ട് ചാണ്ടിയുമ്മൻ വരണമെന്നായിരുന്നിരിക്കാം. പക്ഷെ നടന്നില്ല. അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തടസ്സമാണ്. അല്ലെങ്കിൽ ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടിയെ മാത്രമാക്കിയവർക്ക് അവരുടെ വർഗീയ താല്പര്യങ്ങൾക്ക് രാധാകൃഷ്ണൻ്റെ വരവ് പ്രയോജനപ്പെടുകയില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. നേതൃത്വത്തിന് തലം, നേതൃത്വത്തിന് മികവ്, ആ വ്യക്തിപരമായ ഒരു നേതാവ് എന്ന നിലയിലുള്ള വ്യക്തിശുദ്ധി, ഭരണാധികാരി എന്നുള്ള ഭരണ മികവ്, രാഷ്ട്രീയക്കാരെന്നുള്ള ആ പ്രയോഗക്ഷമമായ വീക്ഷണങ്ങളും രണതന്ത്രങ്ങളും എല്ലാം ഉള്ളൊരു മനുഷ്യൻ, നിയമസഭയിലെ എക്സലൻ്റ് പെർഫോമൻസ്, ഇതെല്ലാം അതുപോലെ പോരാട്ട സമരങ്ങളിലും വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ട് പോരാട്ട വേദികളിലെയും തിരുവഞ്ചൂർ വന്നതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇല്ല. ഇപ്പം വലത് വർഗീയതയായാലും ഇടത് വർഗീയത വലത് വർഗീയതയിലേക്ക് പ്ലേറ്റ് മാറ്റുന്നൊന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തിരുവഞ്ചൂർ എന്നാൽ യാതൊരു മാറ്റവും ഇല്ല. കാരണം തിരുവഞ്ചൂർ ഇതൊക്കെ പറയുമ്പോഴും മദനിക്ക് പിന്തുണ കൊടുത്ത ആളാ. അടൂർ MLA ആയിട്ടിരിക്കുമ്പം മദനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയോ ഏതാണ്ട് സമരത്തിൽ പങ്കെടുക്കുകയാണ് തിരുവഞ്ചൂർ. അല്ലെങ്കിൽ തന്നെ ജീവിതകാലം മുഴുവൻ ആന്റണി ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ നിന്ന ആളിന് എങ്ങനെയാണ് ഹൈന്ദവ പക്ഷം നോക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആ പ്രതീക്ഷ വേണ്ട. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം പണ്ട് വിദ്യാർത്ഥി സമരകാലത്ത് ചങ്ങനാശ്ശേരിയിലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ തിരുവഞ്ചൂരിനെ സമരം ചെയ്യാൻ ചുമതലപ്പെടുത്തി. ഇപ്പുറത്ത് അരമനയിൽ KC ജോസഫ് MLA, പിന്നീട് MLA ആയ അദ്ദേഹത്തെ ഇരുത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജോസഫ് എന്ന അരമനയിലേക്ക് കയറിയെന്നാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷെ തിരുവഞ്ചൂരാഷ്ട്രം കഴിച്ചത് NSS കോളേജിൻ്റെ എതിർവശത്തുള്ള അംബികാവിലാസ ഹോട്ടലിൽ നിന്ന്. അന്ന് തൊട്ട് നേരും നെറിയുമുള്ള ആളായിരുന്നു രാധാകൃഷ്ണൻ. അതാണ് രാധാകൃഷ്ണനെ പറ്റിയ പരാജയവും. എന്തുവാട്ടെ, കോൺഗ്രസ്സാണ്. അവിടെ അങ്ങ് പറഞ്ഞതുപോലെ പലർക്കും കയ്യിലൊതുക്കാൻ പറ്റുന്ന, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മുതലല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മുതലുകൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ട്. അവസാനമായി ചോദിക്കട്ടെ, ഈ സ്വർണ്ണക്കടത്ത് കേസ് ചെന്നുകൊണ്ടത് പിണറായി സർക്കാരിൻ്റെ മണ്ടയ്ക്കാണെങ്കിലും അത് ചെയ്തത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചെന്ന് കുത്തിയത് ലീഗിനാണല്ലോ. പിണറായി സർക്കാരല്ല, UDF സർക്കാരായിരുന്നു ആ സമയത്തെങ്കിലും ഇതേ കൊള്ളതിന് നടക്കില്ലായിരുന്നു. നടക്കും. നമ്മൾ കാണേണ്ട കാഴ്ച ഇതല്ലേ. മാറാട് കൊലപാതക കേസിൽ മാറാട് നടന്ന ക്രൂരമായ സംഭവത്തെ ഇടതും വലതും സമീപിച്ചതിനകത്ത് വ്യത്യാസമല്ല ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള നിരവധി വനം കൊള്ള, മരം കൊള്ള, ഭൂമി കൊള്ള. പിനിയങ്കോട്ടുള്ള 5 വർഷവും ഇതേ കൊള്ളകൾ തന്നെയായിരിക്കും, കൊള്ളകളുടെ കേരളം. പക്ഷെ അവിടെ നമുക്കൊരു പ്രതീക്ഷയ്ക്കുള്ളൊരു വഴി വരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷയാണെങ്കിൽ ഈ ഭരണം 2029 തീരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ 3 കൊല്ലത്തേക്ക് നോക്കിയാൽ മതി. തന്നെയല്ല, ശക്തമായ പ്രതിപക്ഷം, അതായത് ദേശീയ ജനാധിപത്യ മുന്നണിയുടെ പക്ഷത്തു നിന്നുള്ള BJP നേതൃത്വം കൊടുക്കുന്ന കൃത്യമായ സംഖ്യയിലുള്ള നിയമസഭാ സാന്നിധ്യവും പുറത്തുള്ള അവരുടെ ബഹുജന പിന്തുണയും എല്ലാം ചേരുമ്പം പ്രതികരിക്കുന്നതിനുള്ള ശക്തി അവിടെ ഉണ്ടാവും. ആ പ്രതികരണ ശക്തിക്ക് സ്വാഭാവികമായും പ്രേരണയും പ്രചോദനവും നൽകുവാൻ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ നേതൃത്വം ഉണ്ടാവും. കൊള്ളക്കാരുടെ കേരളമായി മാറുമോ, അതോ എന്തെങ്കിലും ഒരു ശാപമോക്ഷം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു പോംവഴിയും കാണുന്നുണ്ടോ? കൃത്യമായിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ കാലം പോലെയല്ല. കേരളത്തിലെ പുതിയ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിയമസഭയിലെ ദേശീയ ജനാധിപത്യ മുന്നണിയുടെയും BJPയുടെയും ശക്തമായ സാന്നിധ്യം ഉണ്ടാവും.
അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ബഹുജന പിന്തുണയും ഉണ്ടാവും. ആ നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള ബഹുജന പിന്തുണയോടൊപ്പം ദേശീയ തലത്തിലുള്ള ദേശീയപക്ഷത്തിൻ്റെ, ദേശീയ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പിന്തുണയുണ്ടാകുമ്പം ഈ വക പ്രശ്നങ്ങളെയൊക്കെ ഫലപ്രദമായി പ്രതികരിക്കാനും അതിജീവിക്കാനും കേരളത്തിന് കഴിയും. വി ഷാൽ ഓവർകം.